എവ്രിവൺ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ്. എനിക്കറിയാം ഒരു 2-3 മാസത്തിന് മുകളിലായി കാണും ഒരു വീഡിയോ ഇട്ടിട്ടും. അപ്പോൾ ഇനിയെങ്കിലും കൺസിസ്റ്റൻ്റ് ആവണമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ജോലിയിലൊക്കെ ഇപ്പോൾ ഏകദേശം നമ്മളെല്ലാം സെറ്റായല്ലോ. അപ്പോൾ ഇന്ന് ആക്ച്വലി സാറ്റർഡേ ആണ്. എനിക്ക് ഉച്ച വരെ ഉള്ളൂ. ഉച്ചയ്ക്ക് എന്നെ വിളിക്കാൻ വന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഷെഫ് മലയാളിയിൽ കയറി ഫുഡ് കഴിക്കാൻ പോവാണ്. കഴിച്ചിട്ട് വി ഡോണ്ട് ഹാവ് പ്ലാൻസ് ടിൽ നൗ. പക്ഷേ ലെറ്റ്സ് സീ എന്തൊക്കെയാണ്. സാറ്റർഡേയിലും സൺഡേ എനിക്ക് ഓഫാണ്. അപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ എൻ്റെ ഓഫീസിൻ്റെ തൊട്ടിപ്പുറത്താണ് ഷെഫ് മലയാളി. അതൊരു ന്യൂ റെസ്റ്റോറൻ്റ് ആണ്. അവിടുത്തെ ബിരിയാണിയൊക്കെ അടിപൊളിയാണെന്ന് കേട്ടിട്ടാണ് നമ്മളവിടെ പോയത്. ആൻഡ് ഓൾസോ നോർമൽ ഊണും അടിപൊളിയാണ് കേട്ടോ. പക്ഷേ നമ്മൾ പോയ ടൈം ഒരു 2:30 ഒക്കെ കഴിഞ്ഞു. 3 ആയതുകൊണ്ട് ബിരിയാണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ വിചാരിക്കായിരുന്നു എവിടെ പോവും എന്ന്. അങ്ങനെയാണ് വി ഡിസൈഡഡ് എ പ്ലേസ്. അങ്ങനെ സ്പോട്ടിൽ നമ്മൾ അവിടെ നിന്ന് വിട്ടു. ഡ്രാഗൺ മാർട്ടിനെ പറ്റി കുറേ ഞാൻ കേട്ടിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ അവിടെ പോയി നോക്കിയിട്ടില്ല. ഇറ്റ്സ് ലൈക്ക് എ ചൈനീസ് മാർക്കറ്റ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഡ്രസ്സസ് ഉണ്ട്, ലൈക്ക് ഫർണിച്ചേഴ്സ് ഉണ്ട്, ഡെക്കറേഷൻ ഐറ്റംസ് ഉണ്ട്. അങ്ങനെ ഇല്ലാത്തതായി ഒന്നുമില്ല. അതാണ് ഡ്രാഗൺ മാർട്ട്. ആൻഡ് ഓൾസോ നമുക്ക് കുറച്ച് റേറ്റ് കുറവുള്ളതുണ്ട്, കൂടുതലുള്ളതുണ്ട്. അത് മാത്രമല്ല ബാർഗെയിൻ ചെയ്ത് മേടിക്കാൻ പറ്റുന്ന ഒരു പ്ലേസായിട്ട് എനിക്ക് തോന്നി. കാരണം ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ അവർ പ്രൈസ് കുറയ്ക്കുന്നുണ്ട്. അങ്ങനെ ലൈക്ക് എവ്രിതിങ് ഇസ് ദെയർ. ഈ ആൻറ്റി ടാർണിഷ് ജ്വല്ലറി ഉണ്ട്, അതുപോലെ അബായാസ് ഉണ്ട്. ഒരു ഷോപ്പ് ഞാൻ കണ്ടു, ലൈക്ക് ചപ്പൽസ് ഉണ്ട്. ഒരു ഷോപ്പ് ഞാൻ കണ്ടു. ഇറ്റ് വാസ് ലൈക്ക് സോ ഗുഡ്. ബട്ട് ആ ഷോപ്പ് കുറച്ചധികം എക്സ്പെൻസീവ് ആയിരുന്നു കേട്ടോ. ലൈക്ക് 300 dirhams 200 dirhams ഒക്കെയാണ് സിംഗിൾ ടോപ്പും ഡ്രസ്സും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞാനൊരു ഫാൻ മേടിച്ചു, ഒരു കുട്ടി ഫാൻ. എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ചാർജർ മിസ്സായി. ഇവിടുത്തെ ചൂട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, അത്ര ചൂടാണ്. അതായത് മോർണിംഗ് ഞാൻ ഈ ഒരു ഷോപ്പിൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. ക്വൈറ്റ് എക്സ്പെൻസീവ് ആയിരുന്നു ഈ ഒരു ഷോപ്പും. ബട്ട് ദി ഡ്രസ്സസ് ആർ സോ ഗുഡ്. എന്ന് വെച്ചാൽ നമ്മുടെ ന്യൂ വെറൈറ്റി ഡ്രസ്സസ്, പ്ലീറ്റഡ് സ്കേർട്ടിൻ്റെയൊക്കെ ക്വാളിറ്റി അടിപൊളി. ആ ഒരു ബ്ലൂ ഇല്ലേ, ആ ഔട്ടറിൽ കണ്ടിരുന്ന, അതിനൊരു 350 or 390 dirhams എന്തോ ആണ് കേട്ടോ പറഞ്ഞത്. ആൻഡ് ദിസ് ചപ്പൽസ് ആൻഡ് ഓൾ ഒരുപാട് നമുക്കിങ്ങനെ കണ്ട് നടക്കാനുണ്ട്. അങ്ങനെ നടന്നിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ട് ഞാൻ ഉറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ഫ്രണ്ട്സൊക്കെ വന്നു. ഇത് നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെയുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇവന് ക്രിക്കറ്റ് കളി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഉറക്കം മാറ്റി വെച്ചിട്ട് അവിടെ വന്നിരിക്കാമെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, നമ്മളവിടെ വന്നിരുന്നു. അവർ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരൊക്കെ ക്രിക്കറ്റ് കളിച്ചു. പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ടോട് അവിടെ സംസാരിച്ച് കുറേ നേരം ഇരുന്നു. അങ്ങനെ ഇരുന്ന് ഒരു 7:30, ഇപ്പം നേരം ഇരുട്ടാൻ നല്ല ലേറ്റ് അല്ലേ. പിന്നെ തിരിച്ച് നമ്മൾ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അന്ന് കിടന്നു. അങ്ങനെ സാറ്റർഡേ ഈസ് ഓവർ. മോർണിംഗ് ആൻഡ് ഇന്ന് സൺഡേ ആണ്. ഐ ജസ്റ്റ് വോക്കപ്പ്. ഒരു 10 മണിയായിട്ടുണ്ടാവും. കട്ടിലിൽ നിന്ന് എണീക്കാനേ തോന്നാത്ത ഒരു ദിവസം. പ്ലാൻസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, വേറെ അത് കഴിഞ്ഞ് ലഞ്ച് കുക്ക് ചെയ്യണം, ക്ലീൻ ചെയ്യണം, ചെടിക്ക് വെള്ളം ഒഴിക്കണം. That's the only plan right now. Let's go. അങ്ങനെ നമ്മൾ ഫിഷൊക്കെ ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കൊഞ്ചും ഉണ്ടായിരുന്നു. അല്ല, ഇത് 2 രാവിലെ പോയി മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ കൊഞ്ച് ഞാൻ എപ്പോൾ കിട്ടിയാലും ഈസി ആയിട്ടുള്ളൊരു കറിയുണ്ട്, അതാണ് ഞാൻ വെക്കൽ. പിന്നെ മത്തങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചീത്തയാകണ്ടല്ലോ എന്ന് വിചാരിച്ച് മത്തങ്ങാപ്പുള്ളി ഉണ്ടാക്കി. ആൻഡ് കൊഞ്ച് കറി. പിന്നെ നമ്മുടെ പ്ലാൻ എന്താണെന്നറിയോ, കൊഞ്ച് കറി, പിന്നെ ഫിഷ് ഫ്രൈ, ചോറ്. നമ്മൾ കൂടുതലും വീക്ക്ലി വൺസാണ് ചോറ് വെക്കൽ ഇവിടെ വീട്ടിൽ. കൂടുതലും സൺഡേയ്സാണ് നമ്മൾ ചോറ് ഉണ്ടാക്കൽ. ബാക്കിയുള്ള ദിവസം നമ്മൾ ചപ്പാത്തി, ദോശ, അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും ലഞ്ചിനും കൊണ്ടുപോകുന്നത്. അങ്ങനെ സൂപ്പറായിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചോറ് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഉറക്കം. അത് മസ്റ്റാണ്, പ്രത്യേകിച്ച് സൺഡേയ്സ്. ഇതാണ് കേട്ടോ ഒരു സൺഡേ റുട്ടീൻ. രാവിലെ എണീക്കുക, രാവിലെ മീൻസ് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ എണീക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ പുറത്തുനിന്ന് കഴിക്കും, അല്ലെങ്കിൽ മെജോറിറ്റി പുറത്തുനിന്നാണ് കഴിക്കൽ. പിന്നെ ലഞ്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതൊക്കെ കഴിഞ്ഞ് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കിടന്ന് ഉറങ്ങും. അപ്പോൾ അന്ന് എനിക്ക് കിച്ചണിൽ ഭയങ്കര ഇതായതുകൊണ്ട് ക്ലീനിങ്ങിന് ഹെൽപ്പ് ചെയ്തത് നെജ്മലായിരുന്നു കേട്ടോ. എല്ലാം എടുത്ത് വെക്കലും ക്ലീനിങ്ങും ഒക്കെ ഇക്കാണ് ചെയ്തത്. പിന്നെ അപ്പോഴത്തേക്ക് അവൻ
സംഭാരം ഉണ്ടാക്കി. നല്ലതായിരുന്നു കേട്ടോ. അതിലെല്ലാം ഉണ്ട്, ഇഞ്ചി, കറിവേപ്പില, എന്തൊക്കെയോ ഇട്ട് അടിച്ച്, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ അതില്ലോ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ 5:44 ഏകദേശം 2 മണിക്ക് കിടന്നെങ്കിൽ ഒരു 2:45 വരെ ഫോണിൽ തോണ്ടിയിരുന്നു. അതിനുശേഷം ഉറങ്ങി. പിന്നെ ഇപ്പോൾ 5:45 അപ്പോൾ ഒരു കട്ട്ലറ്റ് തിന്നാനൊരു പൂതി. അപ്പോൾ നമ്മൾ പുറത്ത് പോവും, കട്ട്ലറ്റ് മേടിക്കും. അത് കഴിഞ്ഞ് കളിക്കാൻ പോകും ക്രിക്കറ്റ്. അവർക്ക് എപ്പോഴും ഈവനിങ്ങിൽ ഇവിടെ ഒരു ക്രിക്കറ്റ് കളിയുണ്ട്. ഞാൻ ഫോണിൽ എന്തെങ്കിലുമൊക്കെ കണ്ടിരിക്കണം. പിന്നെ ഇനിയിപ്പോൾ നാളത്തെ ഓഫീസിലെ ഫുഡും സോർട്ടഡാണ്. നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയല്ലോ, അപ്പോൾ അത് തന്നെ പാക്ക് ചെയ്താൽ മതി. പിന്നെ നൈറ്റ് നമുക്ക് നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ട ബീഫ് ഇരിപ്പുണ്ട്, അതൊന്ന് പ്രിപ്പയർ ചെയ്യണം. പൊറോട്ട, പാക്കറ്റ് പൊറോട്ട ചുടണം. എത്രയാണ് ഇന്നത്തെ. പിന്നെ ഫോണിൽ എന്തെങ്കിലും സീരീസ്, ഞാൻ ഇങ്ങനെ ഡ്രാമ സീരീസൊക്കെ കാണും, അതെന്തെങ്കിലും കാണണം. അപ്പം നമുക്കിപ്പോൾ പോയി കട്ട്ലറ്റ് തിന്നാം. അങ്ങനെ നമ്മൾ നേരെ ടി ജംഗ്ഷനിലോട്ട് വിട്ടു. കട്ട്ലറ്റ് മേടിച്ചു. ചായ ഞാൻ മേടിച്ചില്ല കേട്ടോ, കട്ട്ലറ്റ് മേടിച്ചു. പിന്നെ എന്തൊക്കെയോ വേറെ ഐറ്റംസ് മേടിച്ചു. ഞാനിപ്പോൾ മറന്നുപോയി. ഇത് ഞാൻ ചെയ്യുന്നത് അടുത്ത വെള്ളിയാഴ്ചയാണ് ഈ ഒരു ഇത് ചെയ്യുന്നത്, ഡബ്. അതുകൊണ്ട് ഞാൻ മറന്നുപോയി ആക്ച്വലി എന്തൊക്കെയായിരുന്നു ഒന്ന് കഴിക്കാനുണ്ടായിരുന്നതെന്ന്. നോക്കട്ടെ, ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടോ എന്ന് തോന്നുന്നു. അതൊക്കെ ഫുഡൊക്കെ കഴിച്ച്. ആൻഡ് നമ്മൾ ഇത് നമ്മുടെ വില്ലയിലോട്ടുള്ള എൻട്രൻസ് ആണ് കേട്ടോ. ഇങ്ങനെ വരുമ്പോൾ അവിടെ ഒരു കൂടുണ്ട്. ഈ കൂട്ടിൽ 2 കിളിയാണുള്ളത്. ആ ടൈമിൽ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ കിളി ഉണ്ടായിരുന്നില്ല, പക്ഷേ രാത്രിയിലൊക്കെ കിളി വരും. പിന്നെ നമ്മുടെ വില്ലയുടെ ഉള്ളിലത്തെ കുറച്ച് ഈത്തപ്പഴം മരങ്ങളാണ്. എനിക്ക് എപ്പോൾ ഈത്തപ്പഴം ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന കണ്ടാലും എനിക്കിങ്ങനെ ഫാൻസി ആയിട്ട് തോന്നും. ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയമാണ് കോക്രോച്ച്. അപ്പോൾ അതിനൊരു ടിപ്പ് നമ്മുടെ നെയ്ബർ പറഞ്ഞു തന്നിട്ടുണ്ട്, ബോറിക് ആസിഡും മുട്ടയുടെ മഞ്ഞയുമായിട്ട്. സോ വി ഗോണ ഡൂ ദാറ്റ്. എന്നിട്ട് നോക്കാം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്ന്. അപ്പം നമ്മൾ മുട്ടയുടെ മഞ്ഞ പുഴുങ്ങിയിട്ട് മഞ്ഞ എടുക്കണം. അതിൽ 1 ടേബിൾ സ്പൂൺ ബോറിക് ആസിഡ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കോക്രോച്ചിനെ കാണുന്ന ഏരിയയിൽ ഇടണം എന്നാണ് അവൾ പറഞ്ഞത്. അവൾക്ക് ഇത് ചെയ്തിട്ട് സക്സസ് ആയിരുന്നു എന്ന് തോന്നുന്നു. സക്സസ് ആയിരുന്നു. അപ്പോൾ ഞാനിത് ചെയ്തിട്ട് ഇപ്പോൾ 1 വീക്കായി. പക്ഷേ കുറച്ചൊരു റിഡക്ഷൻ തോന്നുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് പോയിട്ടില്ല. അതിനുശേഷം ഞാൻ ഈ ഫ്രൂട്ട് ആസിഡിൻ്റെ സെഫോറയിൽ റാൻഡമായിട്ട് എടുത്ത ഒരു പീലിംഗ് മാസ്ക് ഇട്ട് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്ന ഗുണം എന്താണെന്നറിയോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹെഡ്സ് നല്ലപോലെ ഒന്ന് കുറയും. ആൻഡ് ഫേസ് ഒന്ന് ക്ലിയർ ആവും. ക്ലിയർ ഇൻ ദ സെൻസ് ടാനൊക്കെ അടിച്ചിരിക്കുമ്പോൾ ആ ഒരു ഡൾനെസ് ഒന്ന് മാറും. ഇത് കാണുമ്പോൾ പല മുടികൾ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് തോന്നും. ദാറ്റ്സ് ബിക്കോസ് ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്തിട്ട് കളർ ചെയ്ത് ഒരു 6 മന്ത്സിന് മുകളിലായി. അപ്പം ഹെയർ ഫ്രണ്ട് ബാങ്ക്സ് ഭയങ്കരമായിട്ട് കിളിച്ചു. അപ്പോൾ എനിക്കത് ഷോർട്ട് ആക്കണം. അപ്പോൾ ഞാൻ പാർലറിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഒരാൾക്കിന്ന് എന്തുണ്ടായിരുന്നു, ക്രിക്കറ്റ് കളി ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ കൊണ്ടുവിടാനായിട്ട് ഉള്ള മടിയും പിന്നെ വെയിലാണ്ട് എനിക്ക് നടക്കാനും വയ്യ. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് കട്ട് ചെയ്ത് തരുമോ ബാങ്ക്സ്, ഞാൻ വീഡിയോ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ കട്ട് ചെയ്ത് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്യാൻ വിളിച്ചു. പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞു കട്ട് ചെയ്യാൻ ഇപ്പം കട്ട് ചെയ്യണ്ട, ചെയ്യാവുന്നു. ലെറ്റ്സ് ഗോ ടു പാർലർ ആൻഡ് ഇപ്പോൾ 9:45 സമയം. പാർലർ ഇപ്പോൾ അടയ്ക്കും. എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പറയാം. ഇപ്പോൾ എൻ്റെ മുടിയുടെ അവസ്ഥ ഇതാണ്. അവർ എന്തോ ഒന്ന് ഒരിത് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഇടുന്ന രീതിയിലാക്കി തന്നു. പക്ഷെ അവർക്കത്ര പറ്റൂ. ഇത് കൂടുതൽ നമുക്ക് ഈ മുടിയിലൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവർ ഇതിപ്പം എന്തൊരു സ്റ്റൈലെന്ന് ചോദിച്ചാൽ എന്തോ ഒരു സ്റ്റൈൽ. ഇത് നല്ല കോൺഫിഡൻസോട് കൂടി അങ്ങ് നടക്കുക എന്ന് മാത്രമേ ഇനി ഇതിന് ഒരു ഓപ്ഷനുള്ളൂ. പക്ഷെ ഇത് കൊള്ളല്ലേ നോക്ക്. അപ്പോൾ ഗുഡ് നൈറ്റ് ആൻഡ് മീറ്റ് മൈ ഹെയർ സ്റ്റൈലിസ്റ്റ് നജ്മൽ ജമാൽ. ഇതെങ്ങനുണ്ട്? അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ. ഇതാണ് ഞങ്ങൾ സൺഡേയിൽ ഉണ്ടാക്കി വെച്ച ഏക പ്രശ്നം. ആൻഡ് പിറ്റേന്ന് ഞാൻ ഇത് ഷീനിന്ന് മേടിച്ച ഡ്രസ്സാണ് കേട്ടോ. ഐ ബോട്ട് 3 ഡ്രസ്സ്, 3 അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ഓരോരോ വീഡിയോയിൽ ബാക്കിയുള്ളത് കാണിക്കാം കേട്ടോ. ആൻഡ് ഓഫീസിൽ പോയി എല്ലാവരും എന്നെ കളിയാക്കി കൊന്നു. എൻ്റെ ഹെയറിൻ്റെ സ്റ്റൈൽ കണ്ട് എനിക്ക് ഡോറ എന്നൊക്കെ ഉള്ള പേരായിട്ടോ. പിന്നെ ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. ഞാൻ പിന്നെ ഹെയർ കുളമായിട്ട് കരയാനൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ ബാക്കി അപ്ഡേറ്റ്സ് കാണാം.